ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാവുന്ന ഒരു പൊടിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിനായി 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 8 പിരിയൻ മുളക്, 2 ടേബിൾ സ്പൂൺ മട്ടേരി, 1 തണ്ട് കറിവേപ്പില, എള്ള്, കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഉപയോഗിക്കാം, 1 ടേബിൾ സ്പൂൺ എള്ളും, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്ക് മുളകൊന്ന് വറുത്തെടുക്കാം. പിരിയൻ മുളകിന് പകരം സാധാരണ മുളകും ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതലാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അരി ഒന്ന് മാറ്റിയതിന് ശേഷം വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിയും കൂടി ഇട്ട് വറുത്തെടുക്കണം. അരി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പൊക്കെ കൂടെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കുരുമുളക്, കറിവേപ്പില വറുത്തെടുക്കാം. ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പും ചേർത്തതിന് ശേഷം തണുത്ത് കഴിഞ്ഞാൽ മിക്സഡ് ജാറിൽ പൊടിച്ചെടുക്കുക. ഇത് വളരെ നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു പൊടിയാണ്. ഇഡലിക്കും ദോശയ്ക്കും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലെണ്ണയോ നെയ്യോ ചേർത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാവുന്ന ഒരു പൊടിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിനായി 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്,